ഫ്രണ്ട്സ്, വെൽക്കം ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്ലാസ് ഒന്നുമില്ല. ഓക്കെ, ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല, സ്ട്രാറ്റജീനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഇതൊന്നുമില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ മാത്രം കേട്ടോ. ഇന്ന് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ, നമുക്ക് രാത്രിയൊക്കെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, കാരണം ഒരുപാട് കോൾസുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് എന്താ പറയുക ബൈനോമിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാത്രം. അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണേ. ഓപ്പൺ ചെയ്യാതെ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഗ്രൂപ്പിൽ കയറാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ വേറെ ആൾക്കാർ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്, അവർക്ക് എങ്ങനെയാണ് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് ബൈനോമിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമുക്ക് മായാവി ട്രേഡിംഗ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അതവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് ബൈനോമിൻ്റെ ഒരു VIP ചാനലുണ്ട്. അപ്പോൾ VIP ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സിഗ്നൽസൊക്കെ നിങ്ങൾക്ക് എന്നും കിട്ടുന്നതാണ്. എല്ലാ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ എല്ലാ ദിവസവും 10% നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% നമ്മൾ ഗെയിൻ ചെയ്യും. ഓക്കെ, അത് ഗെയിൻ ചെയ്തിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. നമുക്ക് ലോസസ് വരും. ലോസസ് വരാതിരിക്കാൻ നമ്മൾ എന്താ പറയുക, ഞാൻ പറയുന്ന പോലെ തന്നെ ദൈവം തമ്പുരാനൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോസസ് വരും. പക്ഷേ ലോസസ് എത്രയേ വരുള്ളൂ, നമുക്ക് ചെറുതേ വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് നിർത്തുന്ന സമയത്ത് നമ്മൾ 10% ക്യാപിറ്റൽ എടുത്തിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ 10% ഞാൻ എടുത്തിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ എന്നോടൊപ്പം ലൈവ് ട്രേഡ് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിൻ്റെ 10% എടുത്തിട്ടേ നിങ്ങളും ഇറങ്ങുള്ളൂ. അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ബൈനോമിൻ്റെ സിഗ്നൽസ് എന്നും കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്താ പറയുക, ഇതുണ്ടോ, ഇതെന്താ എൻട്രി മിസ് എന്ന് പറഞ്ഞാൽ 6:39 എൻ്റെ എൻട്രി ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അപ്പോൾ അടുത്ത 6:39 ക്യാൻഡിൽ ഇഫ് ക്ലോസ് റെഡ് ക്യാൻഡിൽ 6:39 ക്യാൻഡിൽ റെഡ് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡൗൺ, അടുത്ത ക്യാൻഡിൽ ഡൗൺ ആയിരിക്കും. ഡൗൺ ആണേ നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇതപ്പോൾ ഇങ്ങനത്തെ കറക്റ്റായിട്ടുള്ള സിഗ്നൽസ് നിങ്ങൾക്ക് എല്ലാ VIP ചാനലും, എന്ന് വെച്ചാൽ ബിനോമിൻ്റെ VIP ചാനലിലും നമ്മുടെ മായാവിൻ്റെ ബിനോമിൻ്റെ VIP ചാനലിലും, അതുപോലെ തന്നെ ക്യൂടെക്സിൻ്റെ VIP ചാനലും കിട്ടുന്നതാണ്. ഓക്കെ, എല്ലായിടത്തും 10% ക്യാപിറ്റൽ നമ്മൾ എടുത്തിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ട്രേഡ് ഓൺലി ഫോർ ആർക്കാണ്, ക്യൂടെക്സിൻ്റെ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രം, ക്യൂടെക്സ് ട്രേഡേഴ്സിന് മാത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് OTC മാർക്കറ്റിലാണ് കൂടുതൽ നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ പേരൊന്നും മാറ്റുന്നുണ്ട്. നമ്മുടെ ഹമാര ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു ചാനലുണ്ട്. അതിൻ്റെ അതേ സെയിം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മളൊരു ഏകദേശം നല്ല കൂടുതൽ സിഗ്നൽസ് അതിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കും. ഇതെന്ത് പറ്റി? ഓക്കെ, ഈ മൊബൈലിനൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. വിവോ 15 പ്രോയാണോ 15? അതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കോട്ട് പോവുക. അപ്പോൾ അതെന്തെങ്കിലും സൊല്യൂഷൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അടിക്കണേ. ഇതൊന്ന് മൊബൈലൊന്ന് ശരിയാക്കാമല്ലോ, നമ്മളൊക്കെ പാവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് VIP. അപ്പോൾ നമ്മൾ എന്താണ് ഇന്നത്തെ പരിപാടി, നമ്മുടെ ബിനോമോൻ്റെ അക്കൗണ്ട് എങ്ങനെ നമ്മുടെ ലിങ്ക് വെച്ച് ഓപ്പൺ ചെയ്ത് VIP ഗ്രൂപ്പിൽ കയറാം, അതാണ്. അപ്പോൾ എന്തിനാണ് ഈ VIP ഗ്രൂപ്പിൽ കയറുന്നത്? എന്താവശ്യത്തിനാണ് നിങ്ങളുടെ ലിങ്ക് വഴി കയറേണ്ട ആവശ്യം? എനിക്ക് സെപ്പറേറ്റ് ആയിട്ടോ എനിക്ക് ബിനോമിൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഡയറക്റ്റായിട്ട് കയറിക്കൂടെ? എന്തിനാണ് നിങ്ങളുടെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ലിങ്ക് വെച്ച് കയറുകയാണെങ്കിൽ, നമ്മുടെ ലിങ്ക് വെച്ച് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിഗ്നൽസ് കിട്ടും. ഇതേപോലെ സിഗ്നൽസ് കിട്ടും. ഈ സിഗ്നൽസ് എന്തിനാണ്? നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചു കഴിയുന്നത് വരെ, ഓക്കെ, അത് എത്ര കാലം മണി എടുത്തോ, പഠിച്ചു കഴിയുന്നവരെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കൈത്താങ് ഉണ്ടാവും. കണ്ടോ, ഇതേപോലൊരു കൈത്താങ് ഉണ്ടാവും. ഇതിപ്പോൾ ഏതാ ഡേറ്റ്? കണ്ടോ, ഇതേപോലൊരു ഓഗസ്റ്റ് 25. ഓക്കെ, ഇതേപോലൊരു കൈത്താങ് ഉണ്ടാവും. ഈ കൈത്താങ്ങാണ് ഒരു VIP എന്ന് പറയുന്നത്. ആ കൈത്താങ്ങിലേക്കുള്ള അല്ലെങ്കിൽ സപ്പോർട്ടിലേക്കുള്ള ഒരു എൻട്രിയാണ് എന്താ പറയുക നമ്മൾ തരുന്ന സിഗ്നൽ. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഞാൻ കത്തിയടിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, കത്തിയടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് കത്തിയടിച്ച് പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആർക്ക് വേണമെങ്കിലും കയറാവുന്ന ഒരു എന്താ പറയുക ഒരു ബസ് സ്റ്റാൻഡാണ്, ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് മായാവി ട്രേഡിങ്ങിൻ്റെ പബ്ലിക് ഗ്രൂപ്പ്.
അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ടെലിഗ്രാമിൽ പോയിട്ട് മായാവി ട്രേഡിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഈ ഒരു ലോഗോ വരുന്നത്, ഈ ലോഗോ വരുന്നതാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുകയെ, പക്ഷേ ശ്രദ്ധിക്കണം, മായാവി ട്രേഡിംഗ് അത്ര അടിച്ചാൽ മതി. ഒരു സ്പേസും ഇല്ല, ഒന്നുമില്ല, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല, ഒന്നുമില്ല. മായാവി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഒന്ന്, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിൽ വരിക. ഓക്കെ, അതിൽ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് അത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയല്ല, ഞാൻ ഇനി അടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വേറെ ആയിരിക്കും. അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഏതിലാണ്? ക്യൂടെക്സിലാണോ? വേണ്ട. ബിനോമയിലാണോ? ക്യൂടെക്സിലാണെങ്കിൽ ക്യൂടെക്സിൽ, ബിനോമയിലാണ് ബിനോമോ. അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് എന്താ? ബിനോമോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. വെബ് ബ്രൗസർ പോയി ഓപ്പൺ ആയിട്ട് വരും. എന്താ? ബിനോമോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ? സോറി, സൈനപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടോ? അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ നമ്മുടെ എന്ത് ചെയ്യണം? ഇമെയിൽ ID അടിക്കണം. അപ്പോൾ ഞാൻ ഇമെയിൽ അടിക്കാൻ പോകണം. callmeShazzam@gmail.com. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു? നമ്മുടെ എന്താ പറയുക, ജിമെയിൽ ID അടിച്ചു. ഇനി ഇവിടെ പാസ്വേഡ് അടിക്കണം. അപ്പോൾ പാസ്വേഡ് ഞാൻ അടിക്കാൻ പോവാണ്. അയ്യോ, പാസ്വേഡ് അടിക്കുമ്പോൾ കുറച്ച് ഞാൻ മൊബൈലിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. ഇത് മൊബൈലിൽ മറ്റേ ഇത് വെച്ചിട്ട് സ്ക്രീൻ സേവർ വെച്ചിട്ട് അല്ല, സ്ക്രീൻ ഷെയർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഞാനൊരു പാസ്വേഡ് കൊടുത്തു. ഓക്കെ, പാസ്വേഡ് ഒരു സ്ട്രോങ് പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ത്യൻ മണിയുടെ സിമ്പിൾ എടുത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതാ ഇവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തേ സേവ് കൊടുക്കുക. നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാ ലെറ്റ് സ്റ്റാർട്ട്. നെവർ ട്രേഡ് ബിഫോർ, ഓൾറെഡി ട്രേഡഡ്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ നെവർ ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടേ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ട്രേഡ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. ഇന്ന സ്ഥലങ്ങളിൽ ഇവിടെ നിന്നാണ് നമ്മൾക്ക് കോയിൻ എടുക്കേണ്ടത്, അല്ല പെയർ എടുക്കേണ്ടത്, ഇവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ നമുക്ക് തരുന്നതാണ്, കാണിക്കുന്നതാണ്. നമുക്ക് സെലക്ട് ചെയ്യാം. മറ്റേ സ്റ്റേ ഓൺ ഡെമോയിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. എന്നുവെച്ചാൽ ഇത് പിന്നെ 80 രൂപേൻ്റെ പൈസ അതെങ്ങനെ എടുക്കുന്നത്, 80 രൂപ എടുക്കുന്നത്, ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ചെയ്യാം. ഓക്കെ, ഫിനിഷ് ട്യൂട്ടോറിയൽ അതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് അടിച്ചങ്ങോട്ട് പോവുക. ഞാൻ ജസ്റ്റ് മറ്റേ എന്താ പറയുക, കണ്ണും പൂട്ടി കൊടുത്താണ്, കാരണം ഇതിൻ്റെ നിങ്ങൾക്ക് കണ്ടാൽ മതിയല്ലോ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫോൺ നമ്പർ അടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കണം. ഫോൺ നമ്പർ എങ്ങനെ കൊടുക്കുക? 91 വെച്ചിട്ട് ഫോൺ നമ്പർ അങ്ങോട്ട് കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ കൊടുക്കാൻ പോവാണ്. ഈ നമ്പറിലേക്കൊന്നും വിളിക്കേണ്ട കേട്ടോ നിങ്ങൾ. ഓക്കെ, അത് എന്തെങ്കിലും ആവട്ടെ, അത് ഓക്കെ. ഞാനത് ഫോൺ നമ്പർ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓക്കെ, സം അതർ റീസൺസ്. ഓക്കെ, നമ്മളപ്പോൾ ഫോൺ നമ്പർ കൊടുത്തു, സേവ് ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തു, നമ്മൾ ചെയ്തു, നമ്മൾ സേവ് ചെയ്ത് വെച്ചു. ഇത്രയേ ഉള്ളൂ, അക്കൗണ്ട് ഓപ്പണായി. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മഞ്ഞ സുനാപ്പി ഉണ്ടോ, ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്താണ്? പൈസ അങ്ങോട്ട് ഇടാനേ, ഇതിൽ പൈസ ഇടണ്ടേ, എന്നാലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? പേടിഎം ഉപയോഗിക്കാം, IMPS ഉപയോഗിക്കാം, UPI ഉപയോഗിക്കാം, ബൈനാൻസ് പേ ഉപയോഗിക്കാം, മാസ്റ്റർ കാർഡ് ഉപയോഗിക്കാം,
ക്യാഷ് ഓൺ ഡെലിവറി കർത്താനല്ല ഇതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എന്താണ് സുനാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഈ പെർഫെക്റ്റ് മണി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ UPI ഉപയോഗിക്കുന്നുണ്ട്, ബൈനാൻസ് പേ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, UPIയും ബൈനാൻസ് പേയുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ UPI ഉപയോഗിക്കുന്നവർ എന്താ ചെയ്യുക? UPIയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എത്ര എമൗണ്ട് ഇടേണ്ടത് നമ്മളിതിൽ ടൈപ്പ് ചെയ്യാം. എവിടെ പോയത്? എമൗണ്ട് എത്ര ഇടേണ്ടത് ടൈപ്പ് ചെയ്യാം. ഓക്കെ, 2100 രൂപ. ഓക്കെ, ടൈപ്പ് ചെയ്തു. ഈ വേറെ കാര്യം നോക്കണം, നിങ്ങൾ ഡെപ്പോസിറ്റ് ബോണസും കൂപ്പൺ ബോണസും ഒക്കെ ആവശ്യമുള്ളവർ ചെയ്താൽ മതി. പക്ഷേ അത് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മൾ ഡെപ്പോസിറ്റ് 10% അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 50 ലക്ഷം രൂപേൻ്റെ 25 ലക്ഷം രൂപേൻ്റെ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പേ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ വിഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. വിഡ്രോ നമുക്ക് എന്താ പറയുക, ഇത് ഡെപ്പോസിറ്റ് ചെയ്യാതെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ വിഡ്രോ എന്ന് കൊടുക്കുക. നമ്മൾ ഏത് ട്രാൻസാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ UPI ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ബൈനാൻസ് പേ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ബൈനാൻസ് പേ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. UPI ആണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെയാണ് നടക്കുക. ഓക്കെ, ബാക്കി ഇത് രണ്ടുമാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളോ പൈസേൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, വരാതിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ എങ്ങാനും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു 3 ക്ലിക്കിൽ പോവുക. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എവിടെയല്ല 3 ക്ലിക്കിൽ പോവുക. ഇവിടെ കണ്ടോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ഇവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതെന്ന് വെച്ചാൽ ഹെൽപ്പ് ടീമാണ്. ഓക്കെ, ഹെൽപ്പ് വെർച്വൽ അസിസ്റ്റൻറ്റ്. ഇവിടെ വന്നിട്ട് നമ്മൾ എഴുതുക ഐ ഹാവ് അതുകൊണ്ടോ ഓൾറെഡി വന്നു ഐ ഹാവ് പേയ്മെൻറ്റ് ഇഷ്യൂ. മനസ്സിലാവുന്നുണ്ടോ? എവിടെ പോയി? ഇത് ഞാൻ അടിച്ചു വെച്ചോണ്ട് സോറി. ഫോട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ചെയ്യാം. അങ്ങനെ എന്താണോ നമുക്ക് ചോദിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ ഇവിടെ നമുക്ക് ചോദിക്കാം. അതൊരു ബോട്ടാണ്, അവരുടെ വെർച്വൽ അസിസ്റ്റൻ്റാണ്. അവരത് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ആ ട്രാൻസാക്ഷൻ ID നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും? എത്രയും പെട്ടെന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇനി ഇവിടെ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരിക. ഇതാണ് നമ്മുടെ ബിനോമിയൽ ഇൻ്റർഫേസസ്. നമ്മൾ 5 സെക്കൻഡ് എന്നുള്ളത് നേരെ മാറ്റി നമ്മൾ 1 മിനിറ്റിലേക്ക് ആക്കുന്നു. നമ്മൾ 1 മിനിറ്റിലായിരിക്കും നമ്മൾ എപ്പോഴും വേറെ പണിയൊന്നുമില്ല. ഓക്കെ, 1 മിനിറ്റിലാണ് നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യുക. അതുകൊണ്ട് 1 മിനിറ്റിലേക്ക് നമ്മൾ ആക്കുന്നു. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കാറ്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്വിച്ച് ബാക്ക് ടു ദ ഓൾഡ് ചാർട്ട്. നമ്മൾ ഓൾഡ് ചാർട്ടിലാണ് എപ്പോഴും നമ്മൾ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുന്ന ഇവിടെ നിന്ന് എടുക്കുക. നമ്മൾ ബോളിഞ്ചർ ബാൻഡ്സ് എടുക്കുക. നമ്മൾ വേദേ പോവുക, അപ്ലൈ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ദേ വന്നു, കണ്ടാ സാധനം വന്നു ഇവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് ഇതിവിടെ ഒന്നും പോരുത്. ഇവിടെയൊക്കെ നമ്മൾ ക്യാൻഡിൽ തരണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണുന്നെങ്കിൽ അങ്ങനെ മാത്രം ഈ രണ്ടാമത്തിൽ പോയിട്ട് ഇവിടെ ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ടൈമും കാര്യങ്ങളുമാണ്. അതിലേക്കൊന്നും നിങ്ങൾ തൊടാൻ പോകണ്ട. ഇവിടെ മാത്രമാണ് നമ്മൾ എത്രയാണോ നമ്മൾ പൈസ അടയ്ക്കേണ്ടത് ആ പൈസ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാവും. ഇതെന്താ വേണ്ട അറിയാണ്ട് ഓർഡർ പ്ലേസ് ആയിപ്പോയി. ഇതാണിത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യുക. ഒരു ഹറിബറിയിലും നിങ്ങൾ പോകരുത്. എന്ന് വെച്ചാൽ ഹറിബറി എന്ന് പറഞ്ഞാൽ എത്രയും എന്താ പറയുക അനാവശ്യമായിട്ടുള്ള ടെൻഷനിലും ഇതേപോലെ പെട്ടെന്നുള്ള അതിൽ പോകരുത്. മനസ്സിലായോ? ഇപ്പോൾ കണ്ടോ അറിയാണ്ട് ഞാനൊന്ന് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ പോകരുത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നിങ്ങൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ നിങ്ങളുടെ ലോസസ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ഒക്കെ നന്നായിട്ട് പഠിച്ച് ചെയ്യാൻ വേണ്ടി ഇതിൽ കയറിക്കോ. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെലിഗ്രാമിൽ മായാവി ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് മായാവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാമിൻ്റെ ആ ലിങ്ക് വരും. മായാവി ട്രേഡിങ് കറക്റ്റായിട്ട് നോക്കുക, സ്പേസും കാര്യങ്ങളെല്ലാം നല്ല കറക്റ്റാണ്. നമ്മുടെ ആ എംബ്ലോക്ക് നോക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ അതിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ അടിയിലുള്ള ലിങ്ക് ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ കയറുക. ഓക്കെ.